ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ എൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക് ആപ്പിൾ ആർ എൻ ക്ലാസ്സസ്. എം.ജി. ശ്രീകുമാറിന്റെ ശബ്ദത്തോട് എപ്പോഴും ഇങ്ങനെ ഈ മോഹൻലാൽ എന്നുള്ള ആ ഒരു കോംബോ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആണല്ലോ. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. ശ്രീകുട്ടനും മിസ്റ്റർ മോഹൻലാലും ഒന്നിച്ചിരുന്ന ഒരു കോമ്പിനേഷൻ സീനുണ്ട്. അദ്ദേഹം പാടുന്നതായിട്ട് ശരിക്കും ശ്രീകുട്ടൻ പാടുന്ന പോലെ തന്നെയാണ്. എന്തൊരു ചേലാണ് നെഞ്ചിലെ നീരാണ്. എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവസാനം ശ്രീകുട്ടന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കും. കാരണം അതൊരു കുലസ്ത്രീ ഏർപ്പാടാണെന്ന് എന്താ പറയും, ഞാൻ സ്വീകരിക്കുന്നു. നീ മൂളും പാട്ടിൽ മുങ്ങി നീ നീട്ടും മൊത്തം വാങ്ങി. അയ്യോ, ഇതെന്റെ കല്യാണം കഴിഞ്ഞ ആ സമയം. 17 വയസ്സുണ്ടോ? അത്രേ ഉള്ളൂ. എത്ര വർഷമായില്ലേ ഇതൊക്കെ എങ്ങനെ തപ്പി പിടിച്ചു. ഇപ്പോഴും പറഞ്ഞു വിട്ടു കേട്ടോ, ഏനടുത്താണ് സംസാരിക്കുന്നത്. വളരെ സൂക്ഷിച്ച് സംസാരിച്ചു. കാരണം ഞാൻ എന്താണെന്ന് എൻ്റെ ഭർത്താവിന് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം പാടുന്ന മോശമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം മോശമാണെന്ന് പറഞ്ഞാലും ഡസൻറ്റ് മാറ്റർ. ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ച് കഴിക്കും. ഞാൻ ചില ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചിക്ക് ഫോട്ടോയെ കുറിച്ചുള്ള ഒരു മെമ്മറി പറയാമോ? ഇതാണ് ആദ്യം കണ്ടത്. ഇത് എവിടെ ആയിരുന്നു, എന്തായിരുന്നു? ഇത് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയില്. ഏത് വർഷം ചേച്ചി വല്ല ഓർമ്മയുണ്ടോ? വർഷമൊന്നും ഓർമ്മയില്ല, പക്ഷെ അവിടെ വെച്ചെടുത്തതാണ്. ഞാൻ ഒരിക്കലും മറക്കില്ല. ഫോട്ടോസ് ഒക്കെ എനിക്ക് നല്ല ഓർമ്മകളാണ്. ചേച്ചിയെ കണ്ടത് ചേച്ചി ആണോ എന്ന് ഞാൻ ആദ്യം ഒന്ന് ഡൗട്ട് അടിച്ചു. ശരി. ഇനി ഇതോ? ഇത് ട്രിവാൻഡ്രത്ത് ഒരു ഫംഗ്ഷന്. ട്രിവാൻഡ്രത്ത് അറിയാതെ ഞാൻ നടുക്കി ഇരുന്ന് പോയി ഫോട്ടോ എടുത്തത് എൻ്റെ ആയിപ്പോയി. എന്തായാലും രണ്ട് വലിയ ലെജൻസിന് അടുത്തിരുന്ന് ഫോട്ടോ എടുക്കാൻ കിട്ടിയാലും ഭാഗ്യം. ഇത് സ്റ്റുഡിയോ. ഏത് സ്റ്റുഡിയോ? ട്രിവാൻഡ്രത്ത് തരങ്ങണിയാണെന്ന് തോന്നുന്നു. ആ സ്റ്റുഡിയോയില് അന്ന് വന്നപ്പോ എടുത്ത ഒരു ഫോട്ടോ. ഏത് പാട്ടിന്റെ റെക്കോർഡിംഗ് ഓർമ്മയുണ്ടോ? പാട്ടിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതെ. ഇതോ? അയ്യോ, ഇതെന്റെ കല്യാണം കഴിഞ്ഞ ആ സമയം. ആണോ? എത്ര വയസ്സ്? 17 വയസ്സുണ്ടോ? അത്രേ ഉള്ളൂ. ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു കഥ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എത്ര വർഷമായില്ലേ ഇതൊക്കെ എങ്ങനെ തപ്പി ഇനി വേറെ ഫോട്ടോയും കൊണ്ടുണ്ട്. ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്താ? അയ്യോ, എന്റെ കുഞ്ഞുമോള്. ആണോ? എന്റെ മോളാ. ഇത്രയും പഴയ ഫോട്ടോയോ? എന്റെ മോളാണ്. ഈ ഫോട്ടോ ഒക്കെ ചേച്ചിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അതെ അതെ, ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. മോളുടെ കുറെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ കാലഘട്ടമൊക്കെ ഞാൻ ഒരു സെക്കൻഡ് കാണിച്ചപ്പോ ഓർത്തുപോയി. അതൊരു ബന്ധം എന്ന് പറയുന്ന അമ്മ മകളെ ബന്ധം എന്ന് പറയുന്നത് വല്ലാത്തൊരു ബന്ധമാണ്. ഇപ്പൊ വീണയുടെ അമ്മയായിട്ട് അവൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അവള് പറയാതെ ഞാൻ അറിയും. അല്ല, അതാണ് ആ റിലേഷൻ. എന്തായാലും 10 മാസം എന്റെ വയറിൽ കിടന്നു. ഈ നമ്മൾ പൊതുവെ ഇങ്ങനെ വളരെ സെലിബ്രിറ്റികളുടെ ഭാര്യമാരെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലൊരു ഇമേജ് വരും. അതായത് ഫുൾ ഇങ്ങനെ ഒരു സോഷ്യൽ സർക്കിളുകളിൽ മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ കിച്ചൺ എന്ന് പറയുന്ന ഏരിയ എന്റെ ഏരിയ എന്ന് പറയുന്ന ഒരു ഇമേജാണ് പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് വരിക. ചേച്ചി ഇതിനൊക്കെ വളരെ വിപരീതമാണ്. അങ്ങനെ വലിയ സോഷ്യൽ സർക്കിളുകൾ ഇല്ലാത്ത, എന്നാൽ ഈ കിച്ചണിൽ ഇങ്ങനെ ഭർത്താവിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരാള്. അതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ, അതോ ചേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതിന്റെ? ഒരിക്കലും ഇല്ല. ചേട്ടൻ എൻ്റെ ലൈഫില്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചേട്ടൻ ഒന്നും എന്നെ ഫോഴ്സ് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു കാര്യങ്ങൾക്ക്, എൻ്റെ ഡ്രസ്സിങ്ങിനോ എൻ്റെ ലിപ്സ്റ്റിക്കിനോ അല്ലെങ്കിൽ ഞാൻ പോകുന്നതോ വാങ്ങിക്കുന്നതിനോ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല. ബിക്കോസ് ഞാൻ അത് അറിഞ്ഞു കണ്ട് ചെയ്യുന്ന ഭാര്യ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞാൻ ഉള്ള സമയത്ത്. ഞങ്ങൾ ട്രാവലിംഗ് ആണെങ്കിൽ നടക്കത്തില്ല. ഇപ്പൊ ഷൂട്ടിംഗ് ആണെങ്കിൽ ഞങ്ങൾ ക്രൗൺ പ്ലാസയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ തന്നെ ശ്രീകുട്ടന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും.
ഇതൊക്കെ ചേച്ചിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അതോ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം ഒരു ഭാര്യ എന്നുള്ള നിലയിൽ നീ എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇതുണ്ടോ, കാറ്റഗറി ഉണ്ടോ? അങ്ങനെ ഒരു റിക്വസ്റ്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ എനിക്ക് എൻ്റെ വീട്ടില് പിന്നെ ക്ലീൻ ചെയ്യാൻ ഒരാളുണ്ട്, ഒരു വയസ്സായ അമ്മയുണ്ട്, ഒരു 75 വയസ്സായ അമ്മയുണ്ട്. കുക്കിങ്ങിന് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഉണ്ടാക്കി ശ്രീകുട്ടിന് ഇഷ്ടമാണ്. പക്ഷെ ശ്രീകുട്ടിന് എന്തെങ്കിലും പറയും, ചിലപ്പോൾ കുറച്ചുകൂടെ എരിവ് കൂട്ടാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു സജഷൻസ് എന്നല്ലാതെ വേറെ ഒന്നും പറയാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവസാനം ശ്രീകുട്ടിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കും. ആണോ? കാരണം അതൊരു കുലസ്ത്രീ ഏർപ്പാടാണെന്ന് എന്താ പറയും, ഞാൻ സ്വീകരിക്കുന്നു. അല്ല എന്നാലും നമുക്ക് നമ്മുടെ തീരുമാനങ്ങളോട് ഭയങ്കരമായിട്ടൊരു ഇല്ല, ഞാൻ അങ്ങനത്തെ സ്ത്രീയേ ഇല്ല. കുലസ്ത്രീയാണെന്ന് നിങ്ങൾ മുദ്ര കുത്തിയാലും ഇല്ല. എൻ്റെ ഭർത്താവ് പറയുന്നതാണ്. അല്ല, അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് വീണ അതിൽ. കാരണം ഞാൻ ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന അദ്ദേഹം പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ അവസാനം കുറച്ചൊക്കെ ആദ്യമൊക്കെ നമുക്കൊരു വിഷമമൊക്കെ വരും. പിന്നെ അത് മനസ്സിലാക്കി ഇപ്പൊ പിന്നെ അദ്ദേഹം പറയുന്നതാണ് കാര്യം. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? അതായത് അവസാനം ഭർത്താവ് പറഞ്ഞത് ഓക്കെ പറഞ്ഞ് പിന്നീട് അത് ശരിയാണെന്ന് ചേച്ചി തന്നെ റിയലൈസ് ചെയ്തു? അങ്ങനെ ഒരു ഇൻസിഡന്റ്, പല ഇൻസിഡന്റ്. കാരണം എന്റെ പൊട്ടത്തനം കാരണം ഞാൻ പലതും പറയും. അപ്പോൾ പറയും അങ്ങനെ. പക്ഷെ ശ്രീകുട്ടൻ പറയുന്നതില് കാരണം കുറേ ആൾക്കാരുമായിട്ടുള്ള പരിചയവും കുറേ ഇതുമായിട്ടുള്ള അദ്ദേഹത്തിന് അറിയാം ആൾക്കാർ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത്. കാരണം എൻ്റെ തൊഴിൽ നീ മണ്ടിയാണ്, നിനക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, നീ ഇന്നസെന്റ് ആയിട്ടായിരിക്കും. അപ്പം ഇപ്പോഴും പറഞ്ഞു വിട്ടു കേട്ടോ, വീണടുത്താണ് സംസാരിക്കുന്നത്. പറഞ്ഞു വീണടുത്താണ് വളരെ എന്താ പറഞ്ഞ സൂക്ഷിച്ച് സംസാരിച്ചു. ചേച്ചി എന്നെ ഒരു ഭയങ്കര വില്ലത്തിയായിട്ടാണോ? വില്ലത്തിയല്ല, നിങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. ഇപ്പൊ ശ്രീകുട്ടനാണെങ്കിൽ ഇതൊന്നും ഭയമില്ല. എന്ത് ചോദിച്ചാലും അതിനൊരു ഉത്തരം കാണും. ഞാൻ എന്തെങ്കിലും വിടുവായിട്ട് പലതും പറയുമെന്നാണ്. MG ശ്രീകുമാറിന്റെ ശബ്ദത്തോട് എപ്പോഴും ഇങ്ങനെ ഈ മോഹൻലാൽ എന്നുള്ള ആ ഒരു കോംബോ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആണല്ലോ. ചേച്ചിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, പ്രിയദർശൻ സാർ, മോഹൻലാൽ, MG ശ്രീകുമാർ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പില് നമ്മൾ പുറത്ത് കേൾക്കാത്ത, നമ്മൾ അറിയാത്ത സൗഹൃദ കഥകളൊക്കെ ചേച്ചിയോട് വന്ന് പറയാറുണ്ടോ? സൗഹൃദ കഥകൾ നിങ്ങൾ കേട്ട കഥകളൊക്കെ തന്നെ, അതിൻ്റെ അകത്ത് നടക്കുന്ന പല കഥകളും പറയില്ല. കാരണം അവരുടെ വ്യക്തിപരമായ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ ചോദിക്കാറുമില്ല. അവരൊന്നിച്ചിരുന്ന് സംസാരിക്കുന്നത്, തമാശ എന്താ നിങ്ങൾ തമാശ പറഞ്ഞ ഞാൻ കേട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. ആരെന്തെങ്കിലും പറയും, ചോദിച്ചാൽ തന്നെ പറയും നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പിലത്തെ കഥകളാണെന്ന്. ഞാൻ പണ്ട് പറയുന്നു, നസീർ സാറും യേശുദാസിന്റെ ശബ്ദം ഒന്നുപോലെയല്ലേ, 1000 പാദസരങ്ങളൊക്കെ. ഞാൻ ഒരു കാലം വരെ നസീർ സാറ് പാടുന്നതായിട്ടാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ US അന്നൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിലല്ലേ. പിന്നെ US അദ്ദേഹം എൻ്റെ കൂടെ ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. നസീർ സാറ് എൻ്റെ കൂടെ താമസിച്ചു. അപ്പൊ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, പാടുവോ സാറ് നന്നായിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇത്രയും ഡിറ്റോ ആയിട്ട് പാടാൻ കഴിയുന്ന ഒരാളെ അപ്പൊ പറഞ്ഞു, ഞാൻ മൂളാറുണ്ട്, പാടാറില്ല. അതിനുശേഷം സ്വന്തം ജീവിതത്തിലും ഇങ്ങനെ തന്നെയല്ലേ? ഞാൻ എല്ലാ കാലത്തും വിചാരിച്ചിരുന്നത് മോഹൻലാൽ പാടുന്നതാണെന്നായിരുന്നു. സത്യമായിട്ടും ഇങ്ങനെ ഈ വോയിസ് മാച്ച് ആവുന്ന 2 ആളുകൾ വളരെ റെയറാണ്. ഭയങ്കര. ഇപ്പൊ തുടരും പറഞ്ഞ ഇത് കേട്ടായിരുന്നു പാട്ട്? കേട്ടായിരുന്നു. എന്തൊരു പാട്ടാണല്ലേ ശരിക്കും. ശ്രീകുട്ടനും മിസ്റ്റർ മോഹൻലാലും ഒന്നിച്ചിരുന്ന ഒരു കോമ്പിനേഷൻ സീനുണ്ട്. അദ്ദേഹം പാടുന്നതായിട്ട് ശരിക്കും ശ്രീകുട്ടൻ പാടുന്ന പോലെ തന്നെയാണ്. സത്യമാണ്. പ്രായമാകുന്നതിനനുസരിച്ചും ആ ശബ്ദം അതുപോലെ തന്നെ മാച്ചായി വരുന്നത്. നന്നായി വരട്ടെ. ചേച്ചിക്കും ഇവരൊക്കെ ആയിട്ട് വളരെ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടോ? നമ്മളെ വീട്ടിൽ വരുന്ന അത്രയുമുള്ള അടുപ്പമുണ്ട്? പ്രിയൻ കൂടെ വരും, ലാലൊക്കെ വരും. ലാലുമായിട്ടും ഒരു ഉണ്ട്, പക്ഷെ പ്രിയനുമായിട്ടാണ് ഞാൻ കൂടുതൽ അടുപ്പം. പ്രിയനുമായിട്ടാണ്. ചേച്ചി വളരെ ഹാപ്പി ആയിട്ട് ചേച്ചിയുടെ ജീവിതമൊക്കെ ആയിട്ട് പോകുന്ന വളരെ എൻ്റെ ഒരു ചെറിയ ജീവിതം, വളരെ ചെറിയ ജീവിതം, അങ്ങനെ ഹാപ്പി ആയിട്ട് വളരെ നന്നായിട്ട് പോകുന്നു. ഇങ്ങനെ ഇപ്പൊ വീണയുടെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോ തന്നെ ഇതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് ഒക്കെ വരും. പക്ഷെ അവരോട് വീണ്ടും ആവർത്തിക്കുന്നു, നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും അല്ല. കാരണം ഞാൻ എന്താണെന്ന് എൻ്റെ ഭർത്താവിന് നന്നായിട്ട് അറിയാം, അദ്ദേഹത്തെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം.
അദ്ദേഹം പാടുന്ന മോശമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം മോശമാണെന്ന് പറഞ്ഞാലും ഡസൻറ്റ് മാറ്റർ. ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ചു കഴിക്കും. അല്ല ചേച്ചി ഇങ്ങനെ എല്ലാ കാലത്തും ഒരു ഫാഷൻ അനുസരിച്ച് നീങ്ങുന്ന ഒരാളാണ്. അതായത് ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാള് ഒരു ടാറ്റു ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മലയാളികളുടെ ഇടയിൽ എത്ര പേര് അത് ചെയ്യുമെന്ന് എനിക്ക് സംശയം. എല്ലാവരും ചെയ്യും. ആ കാലം പോയി. അതാണ് ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത്. ചേച്ചി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ അപ്ഡേറ്റ് ആണ്. എല്ലാവരും ചെയ്യും. എല്ലാ സ്ത്രീകളും ഇപ്പൊ ആരാ ടാറ്റു ചെയ്യാത്ത? ഇവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നില്ലേ? അത് ടാറ്റു എന്ന് പറയുന്ന പണ്ടൊക്കെ ഭയങ്കര ഒരു പച്ചകുത്തായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ അതൊക്കെ വളരെ കോമൺ ആയി തോന്നുന്നു. കൊച്ചു പിള്ളേരെക്കാളും ഇപ്പൊ മുതിർന്ന ആൾക്കാരാണ് കൂടുതൽ ചെയ്യുന്നത്. അല്ലേ ചേച്ചി? അപ്പൊ ഈ അടുത്തിടയ്ക്ക് സ്വീകരിച്ച ഒരു പുതിയ ഫാഷൻ ട്രെൻഡ് എന്താണ്? പണ്ടത്തെ പോലെയൊക്കെ തന്നെയാണ്. നല്ല ഡ്രസ്സ് ഇടുക, നല്ല നല്ല രീതിയിൽ പോവുക. മറ്റുള്ളവര് എങ്കിലും തെറി പറയും, പക്ഷെ എങ്കിലും കുഴപ്പമില്ല. അത് മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് ഞാൻ വീണ്ടും പറയുന്നു അത്രയും ഒരു നല്ല ഹാപ്പിയായി. പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഔട്ട്സൈഡ് കൺട്രി പോകുമ്പോൾ എപ്പോഴും ഞാൻ പാൻസും ടോപ്പുമാണ്. കാരണം വളരെ കൺവീനിയൻ്റ് ആണ്. എയർപോർട്ടിലൊക്കെ നടക്കാനും ഭയങ്കര ഇതാണ്. അതുകൊണ്ട് മാത്രമല്ല എനിക്കിഷ്ടമാണ്, എൻ്റെ ഭർത്താവിന് ഇഷ്ടമാണ്. പിന്നെ ഫങ്ഷൻസിന് ഞാൻ സാരി കൊടുക്കും. അത് കുറച്ചുകൂടെ മോർ എലിഗന്റ് ആണ്. അത് സാരി. ഈ സാരികളൊക്കെ എവിടെ നിന്ന്? ഒരു ഭയങ്കരമായ സാരി കളക്ഷൻസ് തന്നെ കണ്ടു. അങ്ങനെ ഭയങ്കരമായ സാരി അതൊക്കെ അങ്ങനെ വലിയ കളക്ഷനും ഇല്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പ്രത്യേകത ഞാൻ തന്നെ പറയട്ടെ. പഴയ സാരികളൊക്കെ ഉണ്ടെങ്കിലും അത് ക്ലീൻ ആയിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കും. അത് ഒരു പ്രാവശ്യം കൊടുത്താൽ തന്നെ അത് ഡ്രൈ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ അത് വളരെ നീറ്റായിട്ട് അത് മടക്കി അത്. അപ്പം എൻ്റെ കയ്യിൽ ആദ്യം ശ്രീകുട്ടൻ എന്നെ കാണുമ്പോൾ എനിക്ക് തന്ന ഒരു സാരി പോലും എൻ്റെ കയ്യിലുണ്ട്. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സാരി മുണ്ട് നേരിയത് അത് വളരെ അത് ഇപ്പം കണ്ടാലും അത് പുത്തിയതുപോലെ ഇരിക്കും. എങ്ങനെ സാധിക്കുന്നത്? അത് കുറച്ച് ക്ലെൻലിനെസ് ഉണ്ടെന്ന് തോന്നി. നമ്മളിങ്ങനെ എത്രയോ ആളുകളെ കാണുന്നു ഇങ്ങനെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ കുറിച്ചും ഒക്കെ ഇത്രയും പ്രൗഡായിട്ട്, ഇത്രയും ഹാപ്പി ആയിട്ട്, ഇത്രയും കണ്ടന്റ് ആയിട്ട് സംസാരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ കാണാറുള്ളൂ. അതിനെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ് ചേച്ചി. ഇങ്ങനെ എപ്പോഴും എൻ്റെ ഭർത്താവ് ഞാൻ 101% സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഭയങ്കര സന്തോഷത്തോടെ പറയുന്ന ഈ ഒരു ഹാപ്പി മാരീഡ് ലൈഫിന്റെ ഒരു സക്സസ് ഫോർമുല എന്താണ് ചേച്ചി? അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഭാര്യ ഭർത്താവ് കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പം ശ്രീകുട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ മൂഡ്സൊക്കെ മാറിയിരിക്കും. അല്ലെങ്കിൽ ഗാനമേളയ്ക്ക് പോകുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് അതിൻ്റെ പ്രിപ്പയർ ചെയ്യാനുള്ള മൂഡ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ആർട്ടിസ്റ്റിൻ്റെ കൂടെ ജീവിക്കുമ്പോഴേ അത് അറിയുള്ളൂ. അതൊക്കെ പ്രയാസം. അതൊക്കെ നമ്മൾ മനസ്സിലാകും. അപ്പം നമ്മൾ പോയി ഒരു കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങ് ദേഷ്യം വരാം. ആ സമയങ്ങളിൽ നമ്മൾ ദേഷ്യം വന്നാൽ നമ്മൾ മിണ്ടാതെ അങ്ങോട്ട് പോവുക. ചിലപ്പോൾ വേറെ രീതിയിൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അപ്പം അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് തോന്നുന്നു ഏറ്റവും ബേസിക്. അതിനപ്പുറം ഒരു ലവ് വേണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പരസ്പരം പ്രണയം വേണം, സ്നേഹം വേണം. അതിൻ്റെ ഡെപ്ത് ഉണ്ടെങ്കിലേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതിന് മക്കളുണ്ടാകണം എന്നുള്ളൊരു കാര്യമില്ല. മക്കളുണ്ടായവരെ എത്ര ഡൈവോഴ്സ് ചെയ്യുന്നു? മക്കളുണ്ടായിട്ട്. അപ്പം മക്കളല്ല അതിലൊരു കാര്യം. കാരണം പരസ്പരമുള്ള സ്നേഹം, പ്രണയം എല്ലാം വേണം. ഏതായാലും വളരെ വിപ്ലവകരമായിട്ട് വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷെ ആ വിപ്ലവം വളരെ നല്ലൊരു കാര്യത്തിനായിരുന്നു എന്നുള്ളത് ജീവിതം കൊണ്ട് തെളിയിച്ച 2 പേരാണ്. അപ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു കണ്ടന്റ്മെന്റും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാവട്ടെ ചേച്ചി. വളരെ സന്തോഷമാണ് ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. പഴയ കഥകൾ പിന്നെയും കുത്തിപ്പൊക്കി ഇങ്ങനെ ചോദിക്കുന്നത് ഒരു രസമാണ്. അത് കഥ കേൾക്കുന്നത് രസമാണ്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കഥകളാണ്, എന്നിട്ടും ഞാനിരുന്ന് ചോദിക്കുകയാണ്. എങ്കിലും അത് പുതിയ ആൾക്കാർക്ക് പ്രചോദനമാകട്ടെ, വീണ്ടും എഴുതാനുള്ള പ്രചോദനമാകട്ടെ. എഴുതി അവര് നന്നാവട്ടെ. ഹാൻഡ് റൈറ്റിംഗ്. താങ്ക് യു സോ മച്ച്. കാണാം. ആത്മവിശ്വാസത്തോടെ NCLEX RN പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക്, ആപ്പിൾ RN ക്ലാസ്സസ്.